ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4ാം ക്ലാസ്സിലെ EVS ആണ്. EVSൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മലയാളം മീഡിയത്തിൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യ ഈസ് മൈ കൺട്രി നോക്കാം. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആർ ഗോയിങ് ഓൺ അറ്റ് തേജസ് സ്കൂൾ. തേജസിൻ്റെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേരിയസ് പ്രോഗ്രാംസ് ആർ ഓർഗനൈസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സോഷ്യൽ സയൻസ് ക്ലബ്. അപ്പോൾ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ലീഡർഷിപ്പിൽ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇതുപോലെ പ്രോഗ്രാംസ് ഉണ്ടാവാറില്ലേ, അതുപോലെ. Megha teacher divided the class into groups and each group was assigned a task. അപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ മേഘ ടീച്ചർ എന്ത് ചെയ്തു? കുട്ടികളെ എല്ലാം വേറെ വേറെ ഗ്രൂപ്പുകളാക്കി ഓരോ ഗ്രൂപ്പിനും ഓരോ ടാസ്ക് കൊടുത്തു. തേജസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് were asked to prepare a magazine about Independence Day. അപ്പോൾ തേജസിനും ഫ്രണ്ട്സിനും എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ചിട്ട് ഒരു മാഗസിൻ തയ്യാറാക്കാനായിരുന്നു അവർക്ക് കിട്ടിയ ടാസ്ക്. They decided to visit the library to collect information to be included in the magazine. അപ്പോൾ ആ മാഗസീനിൽ ഉൾപ്പെടുത്താനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇവർ എവിടെ പോയി? ലൈബ്രറിയിലേക്ക് പോയി. ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ കളക്ട് ചെയ്ത് ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ. ദ ലൈബ്രറിയൻ ഈസ് ദെയർ ഫോമർ ടീച്ചർ. അപ്പോൾ ആ ലൈബ്രറിയൻ ഇവരുടെ മുമ്പത്തെ ടീച്ചറായിരുന്നു. ലൈബ്രറിൻ്റെ പേരെന്താ? വിനയൻ സർ. ദേ എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ദെയർ വിസിറ്റ് ടു ദ ലൈബ്രറി. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു? എന്തിനാണ് ഇവർ ലൈബ്രറിയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് വിനയൻ സാറിനോട് പറഞ്ഞു. ചിൽഡ്രൻ, ക്യാൻ യു ടെൽ മീ ഹൂ വർ ദ ഫോറിനേഴ്സ് ഹു റൂൾഡ് അവർ കൺട്രി? അപ്പോൾ വിനയൻ സാർ ഒരു ചോദ്യം ചോദിച്ചു ഇവരോട്. എന്താ ചോദിച്ചത്? നമ്മുടെ രാജ്യത്ത് ഹൂ വർ ദി ഫോറിനേഴ്സ്, ആരാണ് നമ്മുടെ രാജ്യം റൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഫോറിനേഴ്സ് എന്ന് ചോദിച്ചു കേട്ടോ. ഹൂ വർ ദ ഫോറിനേഴ്സ് ഹു റൂൾഡ് അവർ കൺട്രി? നമ്മുടെ രാജ്യം മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഫോറിനേഴ്സ് ആരാണ്? ദ ബ്രിട്ടീഷ്. ഭവ്യ സെഡ് എക്സൈറ്റഡ്ലി. അപ്പോൾ ഭവ്യ പെട്ടെന്ന് എന്ത് പറഞ്ഞു? ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞു. എക്സാക്ട്ലി ഭവ്യ. ഡു യു നോ ഹൗ ദേ ബിക്കേം അവർ റൂളേഴ്സ്? ശരിയാണ് പറഞ്ഞത്. അപ്പോൾ അവരെങ്ങനെയാണ് നമ്മുടെ റൂളേഴ്സായി മാറിയെന്ന് അറിയുമോ ചോദിക്കും. സർ ആസ്ക്ഡ് എഗൈൻ. ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആസ് ഇഫ് ദേ ഡിഡ്ന്റ് നോ. അപ്പോൾ കുട്ടികൾ പരസ്പരം നോക്കി, അവർക്കത് അറിയില്ലായിരുന്നു. സർ ഗേവ് ദം എ പിക്ചർ സ്റ്റോറി ബുക്ക് ഫ്രം ദ ലൈബ്രറി ടു റീഡ്. അപ്പോൾ സാറ് ആ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു. ഒരു പിക്ചറൊക്കെ ഉള്ള ഒരു പിക്ചർ സ്റ്റോറി ബുക്കായിരുന്നു, കുറേ ചിത്രങ്ങളുള്ള ഒരു സ്റ്റോറി ബുക്ക്. എന്നിട്ട് ദേ സ്റ്റാർട്ടഡ് ടു റീഡ് ദ ബുക്ക് ഈഗർലി. അത് ഇവരോട് കൊടുത്തു. ഇവരിൽ കൊടുത്തിട്ട് അപ്പോൾ ഇവരിത് കിട്ടിയതും ഭയങ്കര ഈഗറായിട്ട് ഇത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പിക്ചർ സ്റ്റോറിയിലുള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. Foreigners first came to India by ships to buy spices like cardamom and black pepper and textiles like silk and cotton. അപ്പോൾ ഈ പറയുന്ന വിദേശികൾ, ഫോറിനേഴ്സ് ആദ്യം ഇന്ത്യയിലേക്ക് വന്നത് കപ്പലുകളിലായിരുന്നു. എന്തിനാണ് ഇവർ വരുന്നത്? സ്പൈസസ് ലൈക്ക്, അതായത് ഏലവും കുരുമുളകും കാർഡമം പെപ്പറും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ആയിട്ടുള്ള സിൽക്കും കോട്ടനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഇവർ വരുന്നത്, വാങ്ങിക്കാൻ എന്നുള്ളതിലാണ് ഇവർ വരുന്നത്. ഗ്രാജുവലി ദേ ഒബ്റ്റെയിൻ സ്പെഷ്യൽ പ്രിവിലേജസ് ഫ്രം ദ കിങ് ആൻഡ് എസ്റ്റാബ്ലിഷ് ഫാക്ടറീസ് ഹിയർ. പതുക്കെ പതുക്കെ ഇവർക്ക് ഇവിടുത്തെ രാജാക്കന്മാർ, ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്ന, ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള അനുമതികളും പ്രിവിലേജസും ഒക്കെ കിട്ടിത്തുടങ്ങി. എന്തിനുള്ള അനുമതികളാണ്? ഇവിടെ ഫാക്ടറികൾ തുടങ്ങാനുള്ള അനുമതി ബ്രിട്ടീഷുകാർ നേടിയെടുത്തു നമ്മുടെ രാജാക്കന്മാരിൽ നിന്ന്. Since the rulers of different provinces in India considered each other as enemies and at war, the foreigners found it easy to enhance their power. എന്നിട്ടും ഇവർക്ക് അപ്പോൾ പവർ കിട്ടിയില്ല. ഇവർക്ക് എങ്ങനെയാണ് ഇവിടെ പവർ കിട്ടിയതെന്ന് അറിയോ? നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള വ്യത്യസ്ത റൂളേഴ്സ്, ഡിഫറെൻറ്റ് റൂളേഴ്സ് ഉണ്ട്. ഓരോ പ്രദേശവും ഭരിച്ചത് ഓരോ ഭരണാധികാരികൾ, ഓരോ രാജാക്കന്മാരായിരുന്നു. ഇവർ പരസ്പരം ശത്രുക്കളായിരുന്നു. നമ്മുടെ രാജ്യത്തെ രാജാക്കന്മാർ തന്നെ എന്താണ്, പരസ്പരം ശത്രുക്കളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. നമ്മുടെ അവിടെ യുദ്ധങ്ങൾ നടക്കാറുണ്ട്. ഇത് നമ്മുടെ വിദേശികൾ എന്ത് ചെയ്തു? മുതലെടുത്തു. വിദേശികൾ അങ്ങനെ അതിനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ രാജാക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി
ഉണ്ടാക്കി തമ്മിലടുപ്പിച്ച് പതുക്കെ ആര് ഭരണം കൈയടക്കി? ബ്രിട്ടീഷുകാർ. ദേ കോൺകേർഡ് ദ നേറ്റീവ്സ് വിത്ത് അഡ്വാൻസ്ഡ് വാർ ടാക്ടിക്സ് ആൻഡ് വെപ്പൺസ് ലൈക്ക് കാനോൺസ് ആൻഡ് ഗൺസ്. ഇവർ നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസികൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നു? വിദേശികളോട് എതിർപ്പുണ്ടായിരുന്നു. കുറേ ആൾക്കാർ എതിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. എതിർത്ത് വന്നവരെ എല്ലാം ഇവർ യുദ്ധതന്ത്രങ്ങളും അവരുടെ ആയുധങ്ങൾ കണ്ടല്ലോ, വലിയ വലിയ കാനൺസും തീ തുപ്പുന്ന യന്ത്രങ്ങളും അതുപോലെ തോക്കുകളും ഒക്കെ വെച്ച് ഇവർ ആ നേറ്റീവ്സിനെയൊക്കെ ആ പ്രദേശവാസികളെയൊക്കെ അടിച്ചമർത്തി. Eventually, the British took over the princely states after exerting control over agriculture, trade and the king themselves. പതുക്കെ പതുക്കെ ബ്രിട്ടീഷുകാർ അവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം പിടിച്ചെടുത്തു. അതിനുശേഷം കൃഷി, അതുപോലെ വ്യാപാരം, അവിടുത്തെ രാജാക്കന്മാർ എല്ലാത്തിൻ്റെ മേലെയുള്ള കൺട്രോളും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. രാജാക്കന്മാരുടെയൊക്കെ കണ്ടോ പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഓവർ ദ ടൈം ദ ബ്രിട്ടീഷ് ഡോമിനേറ്റഡ് ദ എൻറ്റയർ റീജിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ വാസ് അണ്ടർ ദർ കൺട്രോൾ ഫോർ ഓൾമോസ്റ്റ് നെക്സ്റ്റ് 200 years. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഡോമിനേറ്റഡ് ആയി മാറി. ഏകദേശം ഇന്ത്യയിലെ ഓൾമോസ്റ്റ് റീജിയൻസ് അവർ പിടിച്ചെടുത്തു. 200 വർഷത്തോളം ഇന്ത്യ ആരുടെ അണ്ടറിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു. ഓക്കെ, അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് പോവാം. You have read the picture story book. Now answer my question. Sir, continue. അപ്പോൾ വിനയൻ സാർ പറയും, ഈ പിക്ചർ സ്റ്റോറി ബുക്ക് വായിച്ചില്ലേ, ഇനി നിങ്ങൾ എൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയൂ എന്ന് പറയും. Why did foreigners come to India? എന്തിനാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത്? To buy spices like cardamom and black pepper and textiles like salt and cotton. Cardamom, black pepper, ഏലവും കുരുമുളകുമാണ് ഇത് വാങ്ങിക്കാനും. അതുപോലെ സോൾട്ട് അല്ല കേട്ടോ, ഇത് സിൽക്കാണ്. ഇത് സിൽക്കാണ്, സോൾട്ട് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സിൽക്കും കോട്ടനും വാങ്ങാനാണ് ഇവർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ദി ഫോറിനേഴ്സ് കുഡ് ഈസിലി എക്സ്റ്റാബ്ലിഷ് പവർ ഇൻ ഇന്ത്യ. പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ ഇവർക്ക് അധികാരം കിട്ടിയത്? റൂളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊവിൻസസ് ഇന്ത്യ കൺസിഡർ ഈച്ച് അതർ എസ് എനിമീസ്. ഇന്ത്യയിലുള്ള ഭരണാധികാരികൾ തന്നെ പരസ്പരം ശത്രുക്കളായി മാറിയിരുന്നു. അങ്ങനെ അവരെ തമ്മിലടുപ്പിച്ച് ഇവർക്ക് പവർ കിട്ടി. വൈ വർ ഇന്ത്യൻസ് അൺആബിൾ ടു ഹോൾഡ് ദെയർ ഓൺ ഇൻ ദ സ്ട്രഗിൾ വിത്ത് ദ ബ്രിട്ടീഷ്. ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായത്? സ്ട്രഗിൾ ചെയ്തു ഇവിടുത്തെ നേറ്റീവ് ആൾക്കാർ, എന്നിട്ടും എന്തുകൊണ്ട് പറ്റിയില്ല? Answer, they conquered the natives with advanced tactics and weapons like cannons and guns. നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പോലെ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ ഇവരെങ്ങനെയാണ്, നേറ്റീവ് പീപ്പിൾസിനെ എങ്ങനെയാണ് അവർ അടിച്ചമർത്തിയത്? യുദ്ധതന്ത്രങ്ങളും അതുപോലെ തന്നെ വെപ്പൺസ് ലൈക്ക് തീ തുപ്പുന്ന യന്ത്രങ്ങളും അതുപോലെ തോക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ ഇവിടെയുള്ള ആൾക്കാരെ അടിച്ചമർത്തി. ഓക്കെ, നെക്സ്റ്റ്, struggles against the British. Oh, the people of our country suffered a lot under the British rule, didn't they, sir? Nina asked. അപ്പോൾ നീന ചോദിച്ചു, നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാർ ഒരുപാട് അനുഭവിച്ചില്ലേ, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചില്ലേ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ? That's right. The people who were suffering started protest against the British in various places. They protested by breaking the laws, declaring non-cooperation and organizing marches. വിനയൻ സർ replied, ശരിയാണ്, നമ്മുടെ രാജ്യത്തെ ആൾക്കാർ ബ്രിട്ടീഷുകാർ എതിരെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിച്ചപ്പോൾ അങ്ങോട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തിരിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്തു. എങ്ങനെയൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ ലംഘിച്ചു. ബ്രിട്ടീഷുകാർ ഓരോ നിയമങ്ങൾ വയ്ക്കും, ഇന്ത്യക്കാർ അത് അനുസരിക്കില്ല എന്ന് പറയും. പിന്നെ അതുപോലെ ഡിക്ലെയറിങ് നോൺ കോപ്പറേഷൻ, ഇനി ബ്രിട്ടീഷുകാരോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് മാർച്ചുകളെല്ലാം ഓർഗനൈസ് ചെയ്തു കേട്ടോ. സച്ച് പ്രൊട്ടസ്റ്റ് ആർ നോൺ ആസ് ദി ഫ്രീഡം സ്ട്രഗിൾ, ആരൻറ് ദേ? അപ്പോൾ ഇതിനെയാണല്ലേ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുക? ചോദിക്കും. നവീൻസ് ഡൗട്ട് കെയിം വിത്തിൻ നോ ടൈം. പെട്ടെന്ന് തന്നെ നവീൻ ചോദിക്കുന്നതാണ് കേട്ടോ ഇത്. സ്മാർട്ട് ബോയ് സർ കൺഗ്രാജുലേറ്റഡ് നവീൻ വിത്ത് എ പാറ്റ് ഓൺ ഹിസ് ഷോൾഡർ. അപ്പോൾ സ്മാർട്ട് ബോയ് പറഞ്ഞിട്ട് സാർ എന്ത് ചെയ്യും? നവീനെ ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടും, ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടില്ലേ, അതുപോലെ. നൗ ലെറ്റ്സ് നോ അബൌട്ട് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഹി പിക്ക്ഡ് അപ്പ് എ ബുക്ക് ഫ്രം
ഫ്രം ദ കബോർഡ് ആൻഡ് ഗേവ് ഇറ്റ് ടു ചിൽഡ്രൻ. എന്നിട്ട് വേറൊരു ബുക്ക് എടുത്തു. ഇനി ഫ്രീഡം സ്ട്രഗിളിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്ക് കൊടുത്തു, കബോർഡിൽ നിന്ന് എടുത്തിട്ട് കുട്ടികൾക്ക്. റീഡ് ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ ചിൽഡ്രൻ ഫ്രം ദി ബുക്ക്. അപ്പോൾ ആ കുട്ടികൾ ആ ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്നുള്ള ഇൻഫർമേഷനിൽ വരുന്നതാണ് അടുത്തതൊക്കെ കേട്ടോ. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് സോൾട്ട് സത്യാഗ്രഹമാണ്. സോൾട്ട് സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് സത്യാഗ്രഹം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ 1930 1930s salt satyagraha. At that time many Indians were engaged in the work of producing salt by draining sea water. ആ കാലത്ത് ഒരുപാട് ആളുകൾ കടൽ വെള്ളം വറ്റിച്ചിട്ട് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ക്രൂവൽ ബ്രിട്ടീഷ് റൂളേഴ്സ് ഡിക്ലെയർ ദാറ്റ് ഇന്ത്യൻസ് മസ്റ്റ് പേ ടാക്സ് ഫോർ എക്സ്ട്രാക്ടിങ് സോൾട്ട്. അപ്പോൾ ഇത് ബ്രിട്ടീഷ് റൂളേഴ്സിന് പറ്റിയില്ല. ബ്രിട്ടീഷ് റൂളേഴ്സ് എന്ത് ചെയ്തു? അങ്ങനെ കടൽ വെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കുകയാണെങ്കിൽ അതിന് ഇന്ത്യക്കാർ ടാക്സ് കൊടുക്കണം, ഇന്ത്യക്കാർ അതിന് എക്സ്ട്രാ ഒരു പൈസ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം എന്നൊരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ദോസ് ഹു മെയ്ഡ് സോൾട്ട് വിത്തൗട്ട് പേയിങ് ദ ടാക്സ് വർ ഇംപ്രിസൺ. ടാക്സ് അടയ്ക്കാതെ സോൾട്ട് ഉണ്ടാക്കുന്നവർക്ക് അവരെ ജയിലിൽ അടയ്ക്കുമായിരുന്നു. ഗാന്ധിജി ഓർഗനൈസ് ദ പീപ്പിൾ അഗൈൻസ്റ്റ് ദിസ്. ഇതറിഞ്ഞ ഗാന്ധിജി എന്ത് ചെയ്തു? ഇതിനെതിരെ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഒരു പ്രക്ഷോഭം, ഒരു സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്യാണ് കേട്ടോ. They marched in a procession to Dandi beach, a place far away from Gandhiji's Sabarmati ashram. Taking a handful of salt from the sea, Gandhiji said, even if these hands holding salt are crushed, they will not give up the salt. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗാന്ധിജി ദണ്ഡി ബീച്ചിലേക്കാണ് ഈ പറയുന്ന സോൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ് ചെയ്യണത്. ഗാന്ധിജി തുടങ്ങുന്നത് എവിടുന്ന? സബർമതി ആശ്രമത്തിലാണ് ഗാന്ധിജി ഉള്ളത്. ഗാന്ധിജിയും ഗാന്ധിജിയുടെ ഫോളോവേഴ്സും കുറേ പേര് ഗാന്ധിജിയെ പിന്തുടർന്ന് പോകുന്നുണ്ട്. ഇവർ എവിടേക്ക് എത്തും? ദണ്ഡിയിലെത്തും കേട്ടോ. ദണ്ഡി ഗുജറാത്തിലുള്ള ഒരു ബീച്ചാണ്, കടൽ തീരമാണ്. അവിടെ എത്തി ഇവരെന്ത് ചെയ്യും? അവിടെ നിന്ന് ഉപ്പ് എടുക്കുന്നുണ്ട്. ഗാന്ധിജി ഒരു കയ്യിൽ ഉപ്പ് എടുത്തിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയും, എന്താണ്? ഉപ്പ് പിടിച്ച് ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. അതായത് എനിക്ക് എന്ത് സംഭവിച്ചാലും ഈ സംഭവം ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയാണ് ഗാന്ധിജി കേട്ടോ. Even if these hands holding salt are crushed, they will not give up the salt എന്ന് പറയും. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് സോൾട്ട് സത്യാഗ്രഹ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് സോൾട്ട് സത്യാഗ്രഹ എന്നാണെന്ന് നോക്കാം. സോൾട്ട് സത്യാഗ്രഹ ശരിക്കും 1930 മാർച്ച് 12 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോൾട്ട് സത്യാഗ്രഹ മാർച്ച് സ്റ്റാർട്ടഡ് ഓൺ 12th March 1930 ഫ്രം സബർമതി ആശ്രം ആൻഡ് റീച്ച്ഡ് ദണ്ഡി ഓൺ 6th April 1930. അപ്പോൾ 1930 മാർച്ച് 12 യാത്ര തുടങ്ങി എവിടെ നിന്ന്? ഇവർ തുടങ്ങുന്നത് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്ത് എത്തും 6th കേട്ടോ, ഏപ്രിൽ, അടുത്ത മാസം. ഗാന്ധിജിയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് സ്റ്റാർട്ടഡ് സോൾട്ട് സത്യാഗ്രഹ മാർച്ച് ഫ്രം സബർമതി ആശ്രം ടു ദണ്ഡി ആൻഡ് ബ്രേക്ക് ദ സോൾട്ട് ലോ ഇംപ്ലിമെന്റഡ് ബൈ ബ്രിട്ടീഷ്. ഇവരവിടെ എത്തും, സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യും. ഇവർ ഉപ്പ് കുറുക്കി ഉണ്ടാക്കും, വെള്ളം എടുത്ത് ഉപ്പ് കുറുക്കും ഇവർ കേട്ടോ. അടുത്ത ദണ്ഡി മാർച്ച് എന്താണെന്നാണ്. ദണ്ഡി മാർച്ച് ഈസ് ഓൾസോ നോൺ ആസ് സോൾട്ട് സത്യാഗ്രഹ. ഇറ്റ് വാസ് എൻ ആക്ട് ഓഫ് നോൺ വയലൻറ്റ് സത്യാഗ്രഹ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ നടന്ന ഒരു നോൺ വയലൻറ്റ് സത്യാഗ്രഹമാണ്. അതായത് തോക്കോ ആയുധങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടല്ലല്ലോ ഇവിടെ സത്യാഗ്രഹം ചെയ്യണത്. അതായത് സമാധാനത്തിലാണ്. അതിനെയാണ് ഈ നോൺ വയലൻസ് എന്ന് പറയുക കേട്ടോ. The 24-day march lasted from 12th March 1930 to 6th April 1930. They reached Dandi where they gathered salt from the sea and boiled water to produce salt, openly defying British law. അപ്പോൾ ഇവർ അവിടെ എത്തി എന്ത് ചെയ്തു? അവിടെ കുറച്ച് സോൾട്ട് വാട്ടർ എടുത്ത്, കടൽ തീരമാണല്ലോ, ഉപ്പ് വെള്ളമായിരിക്കും, ഉപ്പ് വെള്ളം എടുത്ത് അത് കുറുക്കി ഉപ്പ് ഉണ്ടാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണല്ലോ ടാക്സ് കൊടുക്കാതെ ഉപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. എങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ ആ ഒരു നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് കുറുക്കി കേട്ടോ. ഇതാണ് ദണ്ഡി മാർച്ച്, സോൾട്ട് സത്യാഗ്രഹം. അടുത്തത് നമുക്കുള്ളത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. വിനയൻ സർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് വർഷം 1942 കേട്ടോ. വിനയൻ സർ ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ദി ഡയറി ഓഫ് എ ഫ്രീഡം ഫൈറ്റർ ടു ദി ചിൽഡ്രൻ. ഇതൊരു ഡയറിയാണ്, അന്നത്തെ ഒരു ഫ്രീഡം ഫൈറ്ററിൻ്റെ ഡയറി. ഇത് വായിച്ചു നോക്കുക കേട്ടോ.
According to Gandhiji's exhort, thousands of people must have participated in the struggle. Isn't sir? Tejas asked. അപ്പോൾ ഒരുപാട് ആളുകൾ, 1000-ഓളം ആളുകൾ ഈ ഫ്രീഡം സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് തേജസ് ചോദിക്കും. Of course, the slogan of this movement echoed all over India. It gave people more power and strength, sir replied. അപ്പോൾ ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സ്ലോഗനൊക്കെ എല്ലാ സ്ഥലത്തും ഓൾ ഓവർ ഇന്ത്യയിലും മുഴങ്ങിക്കേട്ടതാണ്. ആൾക്കാർക്ക് കൂടുതൽ ശക്തി പകർന്നതായിരുന്നു അത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വിറ്റ് ഇന്ത്യ ഡേ എന്നാണ്, ലീഡേഴ്സ് ആരാണ്, റിസൾട്ട് എന്താണെന്ന് നോക്കാം. ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9 ആരൊക്കെയാണ് ലീഡേഴ്സ് ആ ഫ്രീഡം സ്ട്രഗിളുടെ? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായൺ, സുഭാഷ് ചന്ദ്രബോസ്. ഇവർ മാത്രമല്ലാട്ടോ, ഒരുപാട് പേരുണ്ട്. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ പേരുകൾ കളക്ട് ചെയ്യുക. റിസൾട്ട് ഓഫ് ദി ഫ്രീഡം മൂവ്മെൻറ്റ് എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് റിസൾട്ട്: ഇറ്റ് ഇൻറ്റൻസിഫൈഡ് ദ ഡിമാൻഡ് ഫോർ ഇൻഡിപെൻഡൻസ്, വീക്കൻഡ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഫോസ്റ്റേഡ് സ്ട്രോങ് സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി എമംഗ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. അത് നമ്മുടെ ഇൻഡിപെൻഡൻസ്, ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാരുടെ പവർ ഒന്ന് കുറഞ്ഞു അവിടെ. പിന്നെ നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. നമ്മളുടെ നാഷണൽ യൂണിറ്റി, ഇന്ത്യക്കാർ ഒന്നാണ് എന്നുള്ള നാഷണൽ യൂണിറ്റി, അവിടെ അങ്ങനെ ഒരു തോട്ട് എല്ലാവരുടെയും മൈൻഡിലേക്ക് വന്നു. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് റിസൾട്ടായിട്ട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ കേരളയാണ്. Then there were many agitations in Kerala too, asked Naveen. അപ്പം നവീൻ ചോദിച്ചു, കേരളത്തിലും ഇതുപോലെ അജിറ്റേഷൻസും കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ചോദിക്കും. യെസ്, ദ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ലെഡ് ബൈ ഗാന്ധിജി ഓൾസോ സ്പ്രെഡ് ഇൻ കേരള. ഗാന്ധിജിയുടെ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ആ സ്പിരിറ്റ് കേരളത്തിലും എത്തിയിട്ടുണ്ടായിരുന്നു. ദ സോൾട്ട് ലോ വാസ് വയലേറ്റഡ് അറ്റ് പയ്യന്നൂർ ബീച്ച് ഇൻ കണ്ണൂർ. അപ്പം ഗാന്ധിജി ദണ്ഡിയിൽ, അതായത് ഗുജറാത്തിലെ ദണ്ഡി ബീച്ചിൽ സോൾട്ട് കുറുക്കി സോൾട്ട് സത്യാഗ്രഹം നടത്തിയ സമയത്ത് നമ്മുടെ കേരളത്തിൽ കണ്ണൂരുള്ള പയ്യന്നൂർ ഉണ്ടല്ലോ, പയ്യന്നൂർ എന്ന സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ട് ഉപ്പ് കുറുക്കിയിട്ട് എന്ത് ചെയ്തു? ഈ സോൾട്ട് സത്യാഗ്രഹം നടത്തിയിട്ടുണ്ടായിരുന്നു. കെ കേളപ്പൻ ആക്ടഡ് ആസ് എ ലീഡർ ഓഫ് ദ മൂവ്മെന്റ്. ആരായിരുന്നു ലീഡർ? പയ്യന്നൂർ സോൾട്ട് സത്യാഗ്രഹത്തിന് ലീഡർ കെ കേളപ്പൻ ആയിരുന്നു. ലേറ്റർ ഹി വാസ് നോൺ ആസ് കേരള ഗാന്ധി. അപ്പോൾ കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാ ചോദിച്ചാൽ കെ കേളപ്പൻ. സർ, ഹു വർ ദ അതർ ലീഡേഴ്സ് ഹു ലെഡ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള? ആരൊക്കെയാണ് വേറെ ലീഡേഴ്സ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ക്യൂറിയസ് ആയില്ലേ ഇത് അറിയാൻ. ദ ചിൽഡ്രൻ വർ ക്യൂരിയസ് ടു നോ മോർ. അപ്പോൾ അദ്ദേഹം പറയാണ്, ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ലൈക്ക് ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ ആൻഡ് അതേഴ്സ് റീകോൾഡ് ആൻഡ് സെഡ്. അപ്പം ഇത്രയും പേരുകളല്ല കേട്ടോ ഉള്ളത്. ഒരുപാട് ആളുകൾ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ച് പേരുകൾ മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. The children took note of all the information given by sir. അപ്പോൾ കുട്ടികളെല്ലാം നോട്ട് ചെയ്തെടുത്തു. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ ഫ്രീഡം സ്ട്രഗിൾസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള. ഇനി കേരളത്തിലും ഇതുപോലെ കുറച്ച് ഫ്രീഡം സ്ട്രഗിൾസും ഇതൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. മലബാർ റിബല്യൻ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ അഞ്ചുതെങ്ങ് കലാപം, അഞ്ചുതെങ്ങ് റിവോൾട്ട്, മാപ്പിള റിബല്യൻ, വൈക്കം സത്യാഗ്രഹ, ആറ്റിങ്ങൽ റിബല്യൻ, ഗുരുവായൂർ സത്യാഗ്രഹ, ഇങ്ങനെ കുറേ കലാപങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇത്ര മാത്രമല്ല, ഇനി ഒരുപാടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിൽ ഏറ്റവും ഫസ്റ്റ് ആരെന്നെയാണ്? മഹാത്മാഗാന്ധി, ഫാദർ ഓഫ് അവർ നേഷൻ അല്ലേ. അദ്ദേഹത്തിനെ കുറിച്ച് നോക്കാം. ചിൽഡ്രൻ, ഡു യു നോ ദ ലീഡർ ഹു ഇൻസ്പയർഡ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓൾ ഓവർ ഇന്ത്യ? എല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്ത ആളാരാണ്? ഗാന്ധിജി. കുട്ടികൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കും, ഗാന്ധിജി. ഇനി അദ്ദേഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, നമുക്ക് നോക്കാം. ഗാന്ധിജി വാസ് ബോൺ ഇൻ പോർബന്ദർ. ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. ഹിസ് റിയൽ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. റിയൽ നെയിം എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നമ്മൾ ഗാന്ധിജി എന്ന് പറയും. ഹി ലെഫ്റ്റ് ഹിസ് ജോബ് ആസ് എ ലോയർ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് റിട്ടേൺ ടു ഇന്ത്യ ടു ജോയിൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ജോലി എന്തായിരുന്നു? ലോയറാണ് അദ്ദേഹം, ഒരു വക്കീലാണ്, അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫ്രീഡം സ്ട്രഗിളിൽ പങ്കാളിയാവുകയാണ്. ത്രൂ ഹി സിമ്പിൾ വേ ഓഫ് ലിവിങ്, ഹൈ തിങ്കിങ് ആൻഡ് വാം ഇൻട്രാക്ഷൻ, ഹി റോസ് ടു ബിക്കം ദ ലീഡർ ഓഫ് ഇന്ത്യ.
അദ്ദേഹം വളരെ സിംപ്ലിസിറ്റിയിൽ ജീവിക്കുന്ന ആളാണ്, നല്ല ഇൻട്രാക്ഷനാണ് എല്ലാവരുമായിട്ടും, അതുകൊണ്ട് തന്നെ ലീഡറായിട്ട് അദ്ദേഹം വളർന്നു. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് വർ ഓൾവേസ് എവിഡൻറ്റ് ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻ. അദ്ദേഹത്തിൻ്റെ വേർഡ്സിലും ആക്ഷൻസിലും എപ്പോഴും എന്തുണ്ടാവും? സത്യവും അതുപോലെ നോൺ വയലൻസും അഹിംസയും ഉണ്ടാവും. ചിൽഡ്രൻ അഫെക്ഷനേറ്റ്ലി കോൾഡ് ഹിം ബാപ്പുജി. അദ്ദേഹത്തിനെ കുട്ടികൾ വിളിച്ചത് ബാപ്പുജി. ഹി ലെഡ് ഇമ്പോർട്ടൻറ്റ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ചമ്പാരൻ മൂവ്മെൻറ്റ് 1917 കേട്ടോ. 1917 ചമ്പാരൻ മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സോൾട്ട് സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇതുപോലത്തെ സ്ട്രഗിളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സത്യാഗ്രഹമാണ് കേട്ടോ. നെക്സ്റ്റ്, ഗാന്ധിജീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഗാന്ധി മാഗസിൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ നോക്കാം. ഗാന്ധിജിയുടെ ബർത്ത് 1869 ഒക്ടോബർ 2 ആണ്. ബർത്ത് പ്ലേസ് എവിടെയാണ്? പോർബന്ദർ, ഗുജറാത്താണ്. പാരൻസ് കരംചന്ദ് ഗാന്ധി ആൻഡ് പുത്തലിബായ്. ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? സിമ്പിൾ വേ ഓഫ് ലിവിങ്, ഹൈ തിങ്കിങ്, വാം ഇൻട്രാക്ഷൻ. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ട്രൂത്ത്ഫുൾ ആയിരുന്നു, നോൺ വയലൻസ് കീപ്പ് ചെയ്ത ആളാണ്, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരുന്നു. മെത്തേഡ് ഓഫ് സ്ട്രഗിൾ സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ്. ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ ചോദിച്ചാൽ അദ്ദേഹം ഒരുപാട് ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെന്റ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ 4 ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ചമ്പാരൻ സത്യാഗ്രഹ. ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗാന്ധിജിനെ കുറിച്ചിട്ട്. കുറച്ചുകൂടി അധികം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കളക്ട് ചെയ്ത് ചേർത്ത് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ആണ് നമ്മൾ ഗാന്ധിജി കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും ഓർക്കുന്ന ഒരു പേരാണ് നമ്മുടെ ദ ഗ്രേറ്റ് ജവഹർലാൽ നെഹ്റു. ക്യാൻ യു ഗെസ് ദ പേഴ്സൺ ഫ്രം ദി ക്ലൂസ് ഗിവൺ ബിലോ? വിനയൻ സർ കണ്ടിന്യൂഡ്. ആരാണ് ഇദ്ദേഹം എന്ന് ഈ ക്ലൂ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാമല്ലോ അല്ലേ. ഹി വർക്ക്ഡ് വിത്ത് ഗാന്ധിജി അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. ഗാന്ധിജിയുടെ കൂടെ മുൻനിരയിൽ നിന്ന് ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രധാനമന്ത്രിയാണ്. ഹി വാസ് ദ വൺ ഹു ഡിക്ലെയർ ദ ഇൻഡിപെൻഡൻസ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ് കേട്ടോ. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇദ്ദേഹം തന്നെയാണ്. ചിൽഡ്രൻ ഫോൺലി കോൾഡ് ഹിം ചാച്ചാജി. ഇദ്ദേഹത്തിന് ചാച്ചാജി എന്നാണ് വിളിച്ചത് കുട്ടികൾ. ഓക്കെ, എവ്രി വൺ ആൻസർ ടുഗെദർ. ജവഹർലാൽ നെഹ്റു. ഫൈൻഡ് ആൻസേഴ്സ് ടു ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ജവഹർലാൽ നെഹ്റു യൂസിങ് ദ ബുക്സ് ഇൻ ദ ക്ലാസ് ലൈബ്രറി. ഇനി നെഹ്റുവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വെൻ ഇസ് നെഹ്റുസ് ബർത്ത്ഡേ? ഇൻ വാട്ട് നെയിം ഡു വി സെലിബ്രേറ്റ് ദിസ് ഡേ? നവംബർ 14 ആണ്. ഏത് ഡേ ആണ് നവംബർ 14? അതിവിടെ എഴുതിയിട്ടില്ല. ചിൽഡ്രൻസ് ഡേ ആണ് കേട്ടോ. നവംബർ 14 നമ്മൾ കുട്ടികളുടെ ദിവസമാണ്, നിങ്ങളുടെ ദിവസമാണ് ചിൽഡ്രൻസ് ഡേ. അത് ആരുടെ ബർത്ത്ഡേ ആണ് ചിൽഡ്രൻസ് ഡേ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ നവംബർ 14 സെലിബ്രേറ്റ് ചെയ്യാം. വാട്ട് ഇസ് ദ നെയിം ഓഫ് നെഹ്റൂസ് ഓട്ടോബയോഗ്രഫി? ആൻഡ് ഓട്ടോബയോഗ്രഫി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. ഓക്കെ, ഇനി നെഹ്റു മാത്രമല്ല ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടായിരുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാവരും നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാൽ ഗംഗാധർ തിലക്, ഭഗത് സിംഗ്, അരുണ അസഫ് അലി ഖാൻ, അബ്ദുൾ ഗാഫർ ഖാൻ, ഇവരെല്ലാവരും ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഇനി ഇവരെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കുണ്ട്, നോക്കാം. ഉണ്ടല്ലോ, ഇത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് വായിച്ചിട്ട് ആരെ കുറിച്ചാണെന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. ആദ്യത്തെ, ഫസ്റ്റ് വിമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോൺ ആസ് ദ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഒരു നാഷണൽ പാർട്ടിയുടെ പേരാണ്, ഒരു പാർട്ടിയുടെ പേരാണ്. അതിലെ ഫസ്റ്റ് വിമൺ പ്രസിഡന്റും നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അത് ആരാണെന്നാണ് ചോദ്യം. സരോജിനി നായിഡു ആണ്. അടുത്തത്, ഹി ടുക്ക് അപ്പ് ആംസ് ആൻഡ് ഫൗട്ട് ബ്രേവ്ലി അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഹി വാസ് ഹാങ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 23. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടി 23-ാം വയസ്സിൽ തൂക്കിക്കൊല ചെയ്യപ്പെട്ട ആളുണ്ട്, ഭഗത് സിംഗ്. അടുത്തത്, ഷീ ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഷീ ഈസ് ദ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലെ ക്യൂൻ എന്നറിയപ്പെടുന്ന ഒരു ലേഡി ഉണ്ട്, ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നറിയപ്പെടുന്നുണ്ട്. ആരാണ് അവർ? അരുണ അസഫ് അലി.
അടുത്തത് he played a major role in the formation of Indian Union by uniting the princely states known as the Iron Man of India. ഉരുക്ക് മനുഷ്യൻ, ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തത് he formed the Indian National Army and fought against the British known as നേതാജി. ഇന്ത്യൻ നാഷണൽ ആർമി ഫോം ചെയ്തു. അതുപോലെ തന്നെ നേതാജി എന്നറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്തത് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷോഡ് ഹാവ് ഇറ്റ് നോൺ എസ് ലോകമാന്യ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാൽ ഗംഗാധർ തിലക്. അടുത്തത് ദ ഗുരു ഹു ഗൈഡഡ് ഗാന്ധിജി ഇൻ ടു പൊളിറ്റിക്സ്. ഗാന്ധിജീനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ഗുരു ആണ്. ഫൗണ്ടർ ഓഫ് എൻ ഓർഗനൈസേഷൻ കോൾഡ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ച വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് അപ്പോൾ ഗാന്ധിജിയുടെ ഗുരുവാണ് കേട്ടോ ഗോഖലെ. ഫോളോവ്ഡ് ഗാന്ധിജീസ് ഐഡിയൽസ് നോൺ എസ് ഫ്രണ്ടേർ ഗാന്ധി. ഗാന്ധിജിയുടെ ഐഡിയൽസ്, ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഫ്രണ്ടേർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഏരിയയിലെ ഫ്രീഡം സ്ട്രഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ടോ എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മുടെ പാർട്ട് 1 ക്ലാസ് ആണ്. ഇതിലൊരു പാർട്ട് 2 ക്ലാസ് ഉണ്ട്. നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചിട്ടില്ല. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.